ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജൂലൈ മാസ ഫലമാണ്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. അതായത് 7ര ശനിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാഴം 3-ാമിടത്താണ്. അങ്ങനെയൊക്കെയാണ് എങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ശുക്രൻ, അതായത് പല വിധത്തിലും അനുഗ്രഹിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ആ ശുക്രഗ്രഹം നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപനാണ്. അത് ധനസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു. അത് വളരെ ഐശ്വര്യപ്രദമാണ് അങ്ങനെ ഒരു സ്ഥിതി ഉള്ളത്. കൂടാതെ ബുധൻ 4-ാമിടത്ത് കേന്ദ്രത്തിൽ നിൽക്കും. രാശ്യാധിപനാകട്ടെ 5-ാമിടത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കും ബലവാനായിട്ട്, ബന്ധുക്ഷേത്രം. അങ്ങനെയുള്ള ശുക്രനും ബുധനും ചൊവ്വായും പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. അത് വളരെ ഐശ്വര്യപ്രദമാണ് ഈ മേടം രാശിക്കാരെ സംബന്ധിക്കുന്നത്. അതായത് തൊഴിൽ പുരോഗതി വന്നിച്ച്, പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക്, സ്വന്തം നാട് വിട്ട് വിദേശത്തായാലും നല്ലതാണ്. അതുപോലെ തന്നെ കലാരംഗവുമായി ബന്ധപ്പെട്ട്, സംഗീതവുമായി ബന്ധപ്പെട്ടോ ചിത്രരചനയുമായി ബന്ധപ്പെട്ടോ വാക്കുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്ന വക്കീലന്മാർ, അതുപോലെ അധ്യാപകർ, മറ്റ് പ്രസംഗങ്ങൾ ചെയ്യുന്നവർ, പൊതുപ്രവർത്തകർ, അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക്, ചെറുകിടക്കാർക്കായാലും വിജയങ്ങൾ വന്നിച്ച്. അതായത് വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ, അത് അനവധിയാണല്ലോ. വാഹനം റിപ്പയർ ചെയ്യുന്നവരോ, വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർ, അതുപോലെ വാഹനത്തിൻ്റെ പാർട്സുകൾ വിൽക്കുന്നവർ, വാഹന വിൽപ്പന നടത്തുന്നവർ, വിതരണക്കാർ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ടും കലയുമായി ബന്ധപ്പെട്ടും കായിക രംഗവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് ചൊവ്വായും ശുക്രനും ഒക്കെ ബലവാനായിട്ട് നിൽക്കുമ്പോൾ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടും ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. നഴ്സുമാരായാലും ഡോക്ടർമാരായാലും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളൊക്കെ ഉണ്ട് മെഡിക്കൽ രംഗത്ത്, അവർക്കും ഒക്കെ അനുകൂലമാണ്. ലാബറട്ടറി വിഭാഗത്തിലും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉള്ള ജോലിക്കാരുണ്ടെങ്കിലേ ഒരു ഹോസ്പിറ്റൽ നടന്നു പോകും. അതുപോലെ തന്നെയാണ് IT മേഖലയിൽ ജോലി ചെയ്യുന്നത്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു കാലമാണ്. പോലീസുകാർ, മിലിറ്ററി ഓഫീസേഴ്സ്, അങ്ങനെയുള്ളവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. അതായത് മിലിറ്ററി, പോലീസ്, സാഹസികത ഒക്കെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അല്ലെങ്കിൽ കാരകത്വമുള്ള ചൊവ്വ അത് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സൈനിക വിഭാഗ, അർദ്ധ സൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും പൊതുവെ നല്ല ഒരു അഭിവൃദ്ധികൾ വന്നിച്ച്. കൂടാതെ സാഹിത്യകാരന്മാർക്കും നല്ലതാണ്. സാഹിത്യത്തെ സൂചിപ്പിക്കുന്ന 3-ാം ഭാവത്തിൻ്റെ, അഭിനയത്തിൻ്റെ ഒക്കെ ഭാവത്തിൻ്റെ അധിപൻ ബുധൻ അത് കേന്ദ്രഭാവമായ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ പുതിയ കരാർ ഉടമ്പടികൾ, സാങ്കേതിക വിദ്യ രംഗവുമായി ബന്ധപ്പെട്ട കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗമായാലും മറ്റ് ഏത് ബ്യൂട്ടീഷ്യനായാലും മറ്റേത് രംഗത്ത്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, സൗണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗം, അങ്ങനെയൊക്കെയുള്ള കലാരംഗവുമായി ബന്ധപ്പെട്ടുള്ളവർക്കും പുരോഗതി സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനും കാരകനും കൂടിയായിരിക്കുന്ന ശുക്രൻ അത് അനിഷ്ടത്തിലല്ല,
സ്വന്തം ക്ഷേത്രത്തിൽ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അപ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും അനുകൂലമായ സമയം. പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക്, മധ്യവയസ്കർക്കൊക്കെ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് ലഭിച്ചില്ല എന്നുള്ള ഒരു ദുഃഖമുണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരും അതുപോലെ തന്നെ ടെസ്റ്റുകളിലൊക്കെ ജോലിക്കായിട്ട് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമുണ്ട്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ലതാണ്. രാശിയിലേക്ക് മറ്റ് അധിക ദോഷങ്ങളൊന്നും. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ പുരോഗതി ഉണ്ടാകുവാനും ഐശ്വര്യമുണ്ടാകുവാനുമുള്ള നല്ല സമയമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.